ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമുളകിൻ്റെ പായസമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ പച്ചമുളകിൻ്റെ പായസമൊന്നും? ആ സെയിം തിങ്കേനും എനക്കും. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സാധനം അടിപൊളിയേനും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ ഞാൻ ആദ്യം ഒരു 10-20 പച്ചമുളക് എടുത്തിട്ട് അതിൻ്റെ വിത്തൊക്കെ കളഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് നന്നായി ഒന്ന് കഴുകിയെടുത്തു. ശരിക്കും ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ അത് നമുക്കൊന്ന് കുറഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് മാത്രം ചെയ്ത പച്ചമുളകിൻ്റെ എരിവ് പോകുന്നില്ല, ഇതിന് കുറച്ചുകൂടി പണിയുണ്ട്. അപ്പോൾ ഈ കൈകിയെടുത്ത നമ്മൾ ഈ പച്ചമുളകെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ബോയിൽ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളകിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഈ പച്ചമുളകെല്ലാം കുറേശ്ശെ മാറ്റി. ഇനി ആ പാത്രത്തിലെ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഈ മാറ്റി വെച്ച പച്ചമുളകിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ കഴുകിയ മുളകെല്ലാം ഒന്നുകൂടി ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് സെയിം മെത്തേഡ് തന്നെ. ഇനി നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഈ സെയിം മെത്തേഡ് ഒരു 4 പ്രാവശ്യം ചെയ്യാം. ഞാനിവിടെ 3 പ്രാവശ്യമാണ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ എടുത്ത പച്ചമുളക് ഒന്നുകൂടി ഞാൻ തണുത്ത വെള്ളത്തിലിട്ടിട്ട് ആ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ പീസസായി എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഏകദേശം ഇതേപോലെ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പാലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ആവശ്യമാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം. പാല് ചൂടായതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്തത്. പാലും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ ഒരു പിഞ്ച് ഏലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിക്കാൻ. അപ്പോൾ ഓൾമോസ്റ്റ് പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്താൽ പായസം റെഡിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് അതൊന്ന് ചോപ്പിച്ചതിന് ശേഷം മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മളെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളെ പച്ചമുളക് പായസം ഇവിടെ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എന്നാൽ പിന്നെ മാസലാമ. ബൈ ബൈ ഫ്രം കൊയാസ് റെസിപ്പി.